നമസ്കാരം. 10 മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതു വിധേനയും പ്രശ്നം പരിഹരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുമ്പോഴാണ് ഇന്നലെ ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേൽ ദ്രൂസ് ഗ്രാമത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത്. ഗ്രാമത്തിലെ ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ഈ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 10നും 20നും ഇടയിൽ പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടവർ എല്ലാവരും എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലും ലെബനൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിൽ നടത്തിയ ഏറ്റവും മാരകമായ ആക്രമണമാണിത്. ഈ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഹിസ്ബുള്ള ഇപ്പോൾ. എന്തായാലും ഇസ്രായേൽ ഇതിന് നേരെ നിശബ്ദത പാലിക്കാൻ പോകുന്നില്ല. ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ ഏകദേശം 10 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിച്ച് അവിടെ ബന്ദികളാക്കിയ ഏകദേശം 110ഓളം പേരെ മോചിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേലും ഹമാസും പരിഗണിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നത്. എന്തായാലും തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്ക് നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള തിരിച്ചടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.